സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുകയും അവിടുത്തെ ഒരു വാക്കിന്റെ ശക്തിയാൽ ഉറച്ചു വിശ്വസിച്ച ഒരു ശതാധിപൻ തന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവ് ഒന്ന് സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ അതിന് ശതാധിപൻ പറയുന്നത്, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ശതാധിപന്റെ വിശ്വാസം കർത്താവിനെ ആശ്ചര്യപ്പെടുത്തുന്നു. 12 വർഷമായി മാറാരോഗ്യത്തിൽ കഷ്ടപ്പെട്ട സ്ത്രീ യേശുവിലുള്ള വിശ്വാസവും ആശ്രയവും അവന്റെ വസ്ത്രം തൊട്ടപ്പോൾ സൗഖ്യമായി തീരുവാനിടയായി. യഹോവയിൽ ആശ്രയം വയ്ക്കുന്നവനെ തന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവം. ശൗലിന്റെ അസൂയ മൂലം ദാവീദിനെ കൊല്ലുവാൻ തുനിഞ്ഞപ്പോൾ ജീവൻ രക്ഷിക്കാനായി കാടുകളിലും ഗുഹകളിലും ഭയന്നോടി അഭയം പ്രാപിച്ചു. അവിടെയൊന്നും ദാവീദിന് തനിച്ചായിരുന്നില്ല. ദൈവസ്ഥാനത്തെയും ഗുഹകളിൽ ഒരു ഉറപ്പുള്ള കോട്ടയായി ദാവീദിന് ചുറ്റുമുണ്ടായിരുന്നു. ഓടിയെത്തുന്ന ഏതു വിപത്തുകളിലും ദൈവം ഒരു അഭയസ്ഥാനമായി കൂടെയുള്ള ഒരു സങ്കേതവുമായി ഉണ്ട്. സങ്കീർത്തനം 46:1 പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഏതു പ്രതികൂലത്തിലും യഹോവയിൽ ആശ്രയം വയ്ക്കുക. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നമ്മെ നമ്മുടെ തലമുറകളെയും മറയ്ക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. യഹോവയുടെ നാമം ഏവർക്കും ബലമുള്ള ഗോപുരമായിരിക്കട്ടെ. ഏവരെയും ദൈവം നന്മകളാൽ നിറയ്ക്കട്ടെ. ആമേൻ.